നാടൻ ഇതുവരെ നമ്മുടെ 5 സ്റ്റാർ ഹോട്ടലിൽ നാടൻ അതെ നാട്ടിൻപുറത്തെ സ്റ്റാർട്ട് ചെയ്യാം പോവാം പിള്ളേരെ ഡയലോഗ് ഓടിപ്പിക്കണടാ കഷ്ടപ്പാടാ ആദ്യമായിട്ടാന്ന് തോന്നുന്നില്ല നമ്മൾ ഇങ്ങനെ ഒരു സ്ഥലത്താ കൊള്ളാം ചോദിച്ചോ. അതെ ഇന്നോട്ട് സുമതി വളവിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. 85 ദിവസം ആണ് ഇപ്പൊ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഈ നൈറ്റ് ഷൂട്ടൊക്കെ ഒരുപാട് ഉള്ളതുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ഒരു 90-95 ദിവസത്തേക്ക് പോകുന്നുള്ളൊരു ഉറപ്പാണ്. പക്ഷെ അത് വലിയ സ്കെയിലെടുത്ത് അങ്ങനെ വെച്ചാൽ മാത്രമാണ് അതൊരു വിഷ്വൽ ട്രീറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് വലിയ ബഡ്ജറ്റിൽ ഒരുക്കുന്നത്. ഏകദേശം 1.5 വർഷത്തോളം ഞങ്ങൾ മാളിപ്പുറം കഴിഞ്ഞിട്ട് ഇപ്പോൾ അത് 2 വർഷം ആവുന്നു ഈ ഡിസംബറിൽ. അപ്പോൾ ഈ ഏകദേശം 2 വർഷത്തോളമുള്ള പ്രിപ്പറേഷനാണ് സുമതി വളവ് എന്നുള്ള സിനിമ. അപ്പോൾ അതിനുവേണ്ടി വിഷ്ണു എടുത്തൊരു എഫേർട്ട് എന്ന് പറയുന്നത് 2 കൊല്ലം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അടുത്ത സിനിമയ്ക്ക് വേണ്ടി. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പായിരുന്നു. ഇന്നൊരു വലിയ സ്കെയിലിൽ ചെയ്യുന്നു. തിങ്ക് സ്റ്റുഡിയോസ് പോലത്തെ ഒരു വലിയ കമ്പനി മലയാളത്തിലേക്ക് എത്തുകയാണ്. അവരിതിനു മുന്നേ ചെയ്തേക്കുന്നതൊക്കെ വലിയ സിനിമകളാണ്, അത് മറ്റു ഭാഷയിലുള്ള സിനിമകളാണ്. ആദ്യമായി ഒരു മലയാളത്തിലേക്ക് എത്തുന്നത് സുമതി വളവിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റുഡിയോസോട് വന്നപ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായി എന്തും പ്ലാൻ ചെയ്യാൻ ഒരു ധൈര്യം കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ മുരളിച്ചേട്ടനും തിങ്ക് സ്റ്റുഡിയോസും വന്ന് സുമതി വളവ് ഒരു വലിയ ബഡ്ജറ്റിലേക്ക് പോയത്. അപ്പോൾ ഇന്നിവിടെ തുടങ്ങുന്നു. ഏകദേശം 50 ദിവസത്തോളം പാലക്കാടാണ് ഷൂട്ട്. അതിനുശേഷം ബാക്കി കോതമംഗലം കാടും ഫൈറ്റും സീക്വൻസൊക്കെ അവിടെ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു 3-4 ദിവസം ട്രിവാൻഡ്രത്ത് ഷൂട്ട് കാണും, ഒറിജിനൽ സുമതി വളവ് ഷൂട്ട് കാണും. ഇതാണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ്സ് പറയാനുള്ളത്. പിന്നെ ആർട്ടിസ്റ്റുകളുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. ഇത്രയും ആർട്ടിസ്റ്റുകൾ ഒന്നിക്കുന്ന ഒരു സിനിമയാണ്. ഒരു ഉറപ്പുള്ളതുകൊണ്ട് തന്നെ സൈഡിൽ നിന്ന് ചോദിക്കണ്ട. തിങ്ക് സ്റ്റുഡിയോസ് ഒക്കെ ഞങ്ങളെ നോക്കി തുടങ്ങി. എന്തായാലും ഒരു ഇൻ ബിറ്റ്വീൻ ഒരു 15 to 20 ബഡ്ജറ്റ് വരുന്ന ഒരു സിനിമയാണ് സുമതി വളവ്. അതിന്റെ ടെൻഷനുണ്ട്. പക്ഷെ ആ ടെൻഷൻ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അത് പ്രേക്ഷകർ ഞങ്ങളെ സ്വീകരിക്കുമെന്നും അത് തിയേറ്ററിൽ ഒരു വലിയ ഹിറ്റായി ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള നല്ല ഉറപ്പിലാണ് ഞങ്ങളത് ചെയ്യുന്നത്. അത്രയും വലിയ റിസ്ക് എടുത്ത് അത്രയും ബഡ്ജറ്റിൽ ഈ പണം ചെയ്യുന്നത്. അപ്പോൾ അത് ദൈവം കൂടെ നിന്നാൽ നിങ്ങൾ മീഡിയാസൊക്കെ സപ്പോർട്ട് ചെയ്താൽ തീർച്ചയായിട്ടും തിയേറ്ററിൽ ആൾ വരും. അന്യഭാഷയിൽ നിന്ന് ക്യാമിയോ റോളുകൾ ഉണ്ടാവുന്ന ഒരു അന്യഭാഷയിൽ നിന്ന് ക്യാമിയോ റോൾസ് പ്രതീക്ഷിക്കാം. സംസാരം നടക്കുന്നേ ഉള്ളൂ, പക്ഷെ എത്തും തീർച്ചയായിട്ടും. നമ്മൾ തിങ്ക് സ്റ്റുഡിയോസ് ഒക്കെ വന്നുകൊണ്ട് തന്നെ നമുക്ക് സംസാരിച്ച് കൊണ്ടുവരാൻ പറ്റും. അതിൻ്റെ ഒരു ശ്രമം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞില്ലേ, ഒരു പാൻ ഇന്ത്യൻ സിനിമയായിട്ട് ആലോചിക്കുന്നതുകൊണ്ട് തന്നെ അതിലേക്ക് ക്യാമിയോ റോൾസ് ക്ലൈമാക്സിലെത്തും. തീർച്ചയായിട്ടും കാണും. പിന്നെ ഞാനോ വെറുതെ കേട്ടോ, ഇവിടെ ലൊക്കേഷൻ പണിയൊന്നുമില്ല. ചെറിയ സാധനം. പിന്നെ നമ്മുടെ ദേവനന്ദയും ശ്രീപദും വീണ്ടും ഒന്നിക്കുന്ന സിനിമയും കൂടെയാണ്. അവരെയും ഇതിൽ ഹ്യൂമറിലാണ് അവരുടെ ക്യാരക്ടേഴ്സ് പോകുന്നത്. ഇതിൽ കരച്ചിലും കാര്യങ്ങളും ഒന്നുമില്ല. അവരുടെ ക്യാരക്ടേഴ്സിന് ഫുൾ ഓൺ ചിരി തന്നെയാണ് സിനിമ.